കോതമംഗലം മുനിസിപ്പൽ പാർക്ക് അവഗണനയിൽ. കുട്ടികളുടെ കളിസ്ഥലം അപകടാവസ്ഥയിലായിട്ടും ബന്ധപ്പെട്ട അധികൃതർ മൗനത്തിലാണ്. പലവട്ടം പരാതികൾ നൽകിയിട്ടും പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. തിരക്കേറിയ ആലുവ മൂന്നാർ റോഡിന് സമീപം കോഴിപ്പിള്ളി ജംഗ്ഷനിലാണ് കോതമംഗലം മുനിസിപ്പൽ പാർക്ക്. നഗരത്തിലെ പ്രധാന പൊതുവിനോദ കേന്ദ്രങ്ങളിലൊന്നായ ഈ പാർക്ക് നിലവിൽ പരിപാലനമില്ലായ്മ മൂലം നാശോന്മുഖമാണ്. 2002 ഈ പാർക്ക് സ്ഥാപിതമായത്. കുടുംബസമേതം സമയം ചെലവഴിക്കാനും കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കാനുമുള്ള പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടം. എന്നാൽ ഇപ്പോൾ മുതിർന്നവർക്ക് പോലും പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പാർക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട ചുമതല മുനിസിപ്പാലിറ്റി അധികൃതർക്കാണ്. പക്ഷേ മുനിസിപ്പാലിറ്റി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പാർക്കിന്റെ ഉള്ളില് കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം തുരുമ്പ് പിടിച്ച് പൊട്ടി വീഴാൻ പാകത്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ തുരുമ്പ് പിടിച്ചിട്ട് അതിലൊക്കെ പിള്ളേർ കയറി ആടുമ്പോൾ ചെറിയ പരിക്കൊക്കെ മുറിവുകളൊക്കെ പറ്റാറുണ്ട്. ഇടി വെട്ടി പോയ ഒരു മരം അവിടെ ഉണങ്ങി നിൽപ്പുണ്ട്. അത് ഇതുവരെ മുനിസിപ്പാലിറ്റി മുറിച്ച് മാറ്റിയില്ല. കാറ്റ് പിടിച്ച് മറിഞ്ഞു വീണത് മുനിസിപ്പാലിറ്റി മുറിച്ച് മാറ്റിയില്ല. അതുപോലെ പുല്ലൊക്കെ വളർന്ന് കാട് പിടിച്ചൊക്കെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ പാർക്കിൻ്റെ പുഴയുടെ ആ സൈഡിലൊക്കെ ലൈറ്റ് കുറവാണ്. ഈ കയറി ചെല്ലുന്ന എൻട്രൻസിൻ്റെ അവിടെ മാത്രമാണ് ലൈറ്റുകളൊക്കെ ഉള്ളൂ. ഇതിന് മുനിസിപ്പൽ അധികാരികൾ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇലക്ഷനൊക്കെ വന്നുകൊണ്ടായിരിക്കാം വേണ്ടത്ര ശുഷ്കാന്തി ഒന്നും ഇതുവരെ ഉദ്യോഗസ്ഥരെ എടുത്തിട്ടില്ല. പാർക്കിന്റെ പ്രവേശന ഭാഗങ്ങൾ വലിയ അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ള അവസ്ഥയിലാണ്. മറ്റു ഭാഗങ്ങളിലെല്ലാം പുല്ലും കാടും വളർന്നു കിടക്കുന്നതിനാൽ നടക്കാൻ പോലും പ്രയാസമാണ്. രാത്രിയാകുമ്പോൾ മതിയായ ലൈറ്റിംഗ് സൗകര്യം ഇല്ലാത്തതിനാൽ സുരക്ഷാ ആശങ്കകളും ഉണ്ട്. പാർക്കിന്റെ പലയിടങ്ങളിലും ഇരിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന ബെഞ്ചുകൾ പലതും തുരുമ്പെടുത്ത് തകർന്ന നിലയിലാണ്. അതിനു പുറമെ പുല്ലു വളർന്ന പല ബെഞ്ചുകളും മൂടപ്പെട്ട അവസ്ഥയിലും. ഇഴജന്തുക്കളുടെ സാന്നിധ്യവും ചെറുതല്ല. കുട്ടികൾക്കായി സ്ഥാപിച്ചിരുന്ന കളിയുപകരണങ്ങൾ പലതും തുരുമ്പെടുത്തും പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന നിലയിലും അപകടാവസ്ഥയിലുമാണ്. സ്ലൈഡുകളും സിങ്കുകളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം തകർന്നതിനാൽ കുട്ടികൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നഗരത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഈ പാർക്കിന്റെ നിലവിലെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമായിട്ടും അധികൃതർ മൗനത്തിലാണ്. പലതവണ പരാതികൾ ഉന്നയിച്ചിട്ടും പരിഹാര നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.